നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. രഘുവേട്ടാ, ഇത് അവനാണല്ലോ. ഇവൻ നമ്മളെ വിട്ട് പോകുന്ന ലക്ഷണമല്ല അമ്പിളി. കുത്തിന് പിടിക്കേണ്ടി വരുന്ന തോന്നുന്നേ. അയ്യോ രഘുവേട്ടാ, എടുത്ത ഏട്ടൊന്നും വേണ്ട. നഷ്ടപ്പെടാൻ നമുക്കേ ഉള്ളൂ, അവനൊന്നുമില്ല. അയ്യോ, വഴി തടഞ്ഞു നിർത്തിയതിന് ബുദ്ധിമുട്ട് തോന്നണ്ട രഘു. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഞാൻ കയറി വന്നാ അത് അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാവും. സത്യം പറയാലോ അതിലെ, നിന്നെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാ ഞങ്ങളിപ്പോ വണ്ടി കയറിയത്. അപ്പോ നിങ്ങൾ എന്നെ മറന്നിട്ടില്ല അല്ലേ? നീ കാരണം എന്റെ അമ്മാവൻ എന്നെ ശത്രുവായി കാണുമ്പോ ഞാൻ നിന്നെ മറക്കും അതിലെ. നിന്റെ സ്വർണ്ണം എന്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് നീ അമ്മാവനെ അങ്ങ് വിശ്വസിപ്പിച്ചു കളഞ്ഞു അല്ലടാ. പക്ഷേ നിന്റെ കയ്യിലിപ്പോ തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മാവനിപ്പോ കൺഫ്യൂഷനില്ല. എന്റെ കയ്യിൽ ആ സ്വർണ്ണം ഇല്ലെന്ന് നിന്നെ ബോധ്യപ്പെടുത്താനാ അമ്മാവൻ പറഞ്ഞിരിക്കുന്നത്. എന്നെ അത് ബോധ്യപ്പെടുത്താൻ നിനക്ക് പറ്റുമോ? അനന്തൻ മാഷിന്റെ മരുമകന് അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടാവുന്ന എന്റെ വിശ്വാസം. അതെ, ഞങ്ങൾക്ക് മനസാക്ഷിയൊക്കെ ഉള്ളതുകൊണ്ടാ ഇപ്പോഴും ഇത്ര മര്യാദയോടെ ഞങ്ങൾ നിന്റെ മുന്നിൽ നിൽക്കുന്നേ. രഘുവേട്ടൻ അറിയാതെ നീ രഘുവേട്ടന്റെ വണ്ടിയിൽ സ്വർണം കടത്താൻ ശ്രമിച്ചതിന്റെ പേരിലേ രഘുവേട്ടൻ ഞങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചതാ. അവസാനം പോലീസും സ്വർണ്ണ മാഫിയയും ഞങ്ങൾ നിരപരാധികളാണെന്ന് കണ്ട് വെറുതെ വിട്ടപ്പോ നീ വീണ്ടും ദ്രോഹിക്കാൻ വന്നിരിക്കല്ലേ? അതെ, ഞങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ എന്താ ചെയ്യാന്നറിയോ? അറിയോന്ന്? നിന്നെന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാത്തോണ്ടല്ല അതിലെ. ദയനീയമായ നിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ അത് ചെയ്യാൻ തോന്നാത്തോണ്ടാ. ഈ അവസ്ഥയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് നിന്റെ വണ്ടിയിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ച സ്വർണത്തിന് അല്പമെങ്കിലും സത്യം ഉള്ളതുകൊണ്ടായിരിക്കും. അതിലൊരു പങ്ക് എത്തേണ്ട കൈകളിൽ എത്തിക്കാൻ ഞാൻ ഉണ്ടാവണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവനോടിരിക്കുന്നത്. ഇന്നൊരു പവൻ സ്വർണത്തിന് വില എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിന്റെ കയ്യിലുള്ളത് 1 കിലോ സ്വർണം. അന്ന് ഞാൻ ആവശ്യപ്പെട്ടത് പകുതിയെങ്കിലും എനിക്ക് തരണമെന്നായിരുന്നു. ഞാൻ അതിൽ നിന്നും താഴോട്ട് വരാൻ തയ്യാറായിരിക്കും. എനിക്ക് നീ വെറും 25 ലക്ഷം രൂപ തന്നാൽ മതി. ബാക്കി മുഴുവനും നീ എടുത്തോ, ഞാൻ ഇതിൽ നിന്ന് പിന്മാറാം. നിനക്ക് എന്താടാ പറഞ്ഞ മനസ്സിലാവില്ലേ? ആ സ്വർണം ഞങ്ങളുടെ കയ്യിലില്ലെന്ന് പറഞ്ഞ ഇല്ല. ഇല്ലാത്തൊരു സ്വർണം ഞാൻ എവിടുന്ന് ഉണ്ടാക്കാനാടാ? വയ്യാത്തൊരു മനുഷ്യന്റെ കഴുത്തിന് പിടിച്ചിട്ട് ഇയാൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ ആര് സമാധാനം പറയും? ആദില് പഴയ ആദിലല്ലാത്തോണ്ട് നിനക്കെന്നെ എന്തും ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു കാര്യം നീ ഓർത്തു, ആ സ്വർണം നീ എടുത്തുവന്ന് നീ തന്നെ ഒരു ദിവസം എന്റെ മുഖത്ത് നോക്കി പറയും. നിന്നെ കൊണ്ട് ആദിലത് പറയിച്ചിരിക്കും.
എല്ലാം എടുത്തു അനു. ഇതെന്താ വിച്ചുമോനെ കൊണ്ടുവന്നില്ലേ? ആ ഇല്ല സോനെ, വിച്ചുമോൻ ഇന്ന് അവിടെ നിൽക്കട്ടെ. അവിടെ എല്ലാവരും ഉണ്ട്. ഞാനും ഇന്ദ്രേട്ടനും കൂടി കടയിൽ നിന്ന് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ ആവശ്യമുള്ള സാധനങ്ങളെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നു. സാധാരണ ആ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങൾ ഇന്ദ്രേട്ടൻ കൊണ്ടുവരാറ്. ആ ഇത്തവണ നിന്റെ ലിസ്റ്റില്ലെന്നേ ഉള്ളൂ. അതിൽ കൂടുതൽ സാധനങ്ങൾ അനു കടയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ആ, ഞാൻ ചുമ്മാ എടുത്തൊന്നും അല്ല ഇന്ദ്രേട്ടാ, എല്ലാം കണക്ക് കൂട്ടി ബില്ലാക്കി വെച്ചിട്ടില്ലേ. കാശ് തന്നില്ലെങ്കിലും ഇന്ദ്രേട്ടന്റെ കടയിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഇനിയൊരു കണക്കുണ്ടാവും. ഇന്ദ്രൻ അവന്റെ അമ്മയും കുടുംബപ്പുള്ളയും പോറ്റുന്നതിന്റെ കണക്ക് വെക്കാനാണോടി നീ വീണ്ടും ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആ എല്ലാത്തിനും ഒരു കണക്ക് നല്ലതല്ലേ അമ്മേ? അമ്മയുടെ കാര്യത്തില് ആരും ഇവിടെ കണക്കൊന്നും പറയില്ല. പക്ഷേ ബാക്കി എല്ലാ കാര്യത്തിലും അനു കണക്കെഴുതി വെക്കും. ആ അതെങ്ങനെയാണെന്ന് നീ തന്നെ പറഞ്ഞു കൊടുക്കാനോ കേട്ടല്ലോ. പിന്നെ ഇതൊക്കെ ഞാൻ അകത്തോണ്ട് വെച്ചോളാം. ഇവൻ ഇങ്ങനായി പോയല്ലോ. ശരിക്കും പെങ്കോന്ന് എന്നാ പറഞ്ഞാ മതി. നിങ്ങൾ സംസാരിക്കേ. വേറൊന്നും അല്ല സോനെ, വീട്ടിലെ ആവശ്യങ്ങളെല്ലാം ഭംഗിയായി തന്നെ നടക്കും. ഒന്നിനൊരു കുറവും ഉണ്ടാവില്ല. പിന്നെ ഇന്ദ്രേട്ടന്റെ കടയിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് എടുക്കാം. കൂടാതെ ബാക്കി സാധനങ്ങൾ പതിവ് പോലെ പറ്റുകടയിൽ നിന്ന് വാങ്ങാം. അതുപോലെ വാട്ടർ ചാർജ്, കറണ്ട് ചാർജ്, പാല്, പത്രം, TV, ഇന്റർനെറ്റും അടക്കമുള്ള മുഴുവൻ ബില്ലും ഇന്ദ്രേട്ടൻ തന്നെ കെട്ടും. പക്ഷേ അടുത്ത മാസം മുതല് ടോട്ടൽ ബില്ല് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതില് ഒരു ഷെയർ സത്യനും ഒരു ഷെയർ ശ്യാമും ഇന്ദ്രേട്ടന് നൽകണം. ഡേ നീ ഈ കുടുംബത്തെ വെട്ടിമുറിക്കാൻ നോക്കുവാണോടി? അമ്മേ വേണ്ടാതിരിക്കെ. ഷെയർ കൊടുക്കാനില്ലെങ്കിൽ പട്ടിണി കിടക്കണമെന്നല്ലേ ഉള്ളൂ. ആരും ഇവിടെ നിന്ന് ഇറക്കി വിടുവൊന്നുമില്ലല്ലോ. പട്ടിണി കിടക്കേണ്ടി ഒന്നും വരില്ല സോനെ. ഇന്ദ്രേട്ടൻ ഒരിക്കലും അത് ചെയ്യില്ല. പക്ഷെ ഒരു കണക്കുണ്ടാവണം. എല്ലാ മാസവും ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യും.